വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മിന്നും വാർത്ത കോതമംഗലത്തെ സോന എൽദോസിന്റെ ആത്മഹത്യയാണ്. നന്നേ ചെറുപ്പത്തിൽ ജീവിതത്തോട് വിട പറയേണ്ടി വരുന്നത് വളരെയധികം വേദനാജനകം തന്നെയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പറയുമ്പോഴും ചില ആത്മഹത്യകൾ ഒഴിച്ചുകൂടാൻ കഴിയാത്തതായിരുന്നുവെന്ന് അതിന്റെ പിറകെ പോയാൽ നമുക്ക് മനസ്സിലാക്കാനാവും. എന്നാൽ സോന എൽദോസിന്റെ ആത്മഹത്യ അപ്രകാരമുള്ളതായിരുന്നോ എന്ന് നാം പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഒരു കൊലപാതകത്തിനോ ആത്മഹത്യക്കോ ശേഷം അതിന്റെ ശരിതെറ്റുകളെ നാം പഠന വിധേയമാക്കുന്നതും അതിലെ ശരിതെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതും അതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ടും അതേ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് ഈ കണ്ടെത്തലുകളിലും പരിഹാര നിർദ്ദേശങ്ങളിലും എന്തോ താളപ്പിഴകൾ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അതേ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നാം പഠനവിധേയമാക്കിയ പാഠഭാഗങ്ങളിലെയോ പഠിപ്പിച്ച പാഠങ്ങളിലെയോ അപാകതയാണ്. ആ താളം പിഴയ്ക്കുന്നത് എവിടെയാണെന്നാണ് സമൂഹം കണ്ടെത്തേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതും. ഇവിടെ സോന എൽദോസും റമീസും പ്രണയബദ്ധിതരായിരുന്നു എന്ന് വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാവും. ഇവിടെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. റമീസിനെ ശിക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. നല്ല കാര്യം തന്നെ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതും കുറ്റത്തിന്റെ അതേ വലുപ്പത്തിലും തോതിലും വളരെ വേഗത്തിൽ തന്നെ. പക്ഷേ അതിനിടയിലേക്ക് മതങ്ങളെ കടത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് എനിക്കുള്ളത്. ഏതെങ്കിലും മതമാണോ സോനയ്ക്കും റമീസിനും പ്രണയപുസ്തകം തുറന്നു കൊടുത്തത്? എന്നിട്ടും കേരള പോലീസ് മതിയാവാതെ NIA തന്നെ അന്വേഷിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? ഈ വാശി പാതിയണഞ്ഞ ലവ് ജിഹാദിന്റെ മഞ്ഞത്താളുകളിലേക്ക് ഈ പ്രണയത്തെയും ആത്മഹത്യയെയും കൊണ്ടെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ളതാണ്. ലവ് ജിഹാദ് എന്ന അവസർപ്പക കഥയ്ക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് NIA തന്നെ അന്വേഷിക്കണമെന്ന് വാശി പിടിക്കുന്നത്. അതിനുള്ള കൊയിലത്തുകളാണ് ചുറ്റുപാടിൽ നിന്നും കേൾക്കുന്നത്. അത് കേൾക്കാൻ നമുക്ക് ആർക്കും ചെവി വട്ടം പിടിക്കേണ്ടതില്ല. അടിയന്തര ശക്തിയും ആവശ്യമില്ല. റമീസ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടിയാണോ സോന എൽദോസിനെ പ്രണയിച്ചത് എന്ന ചോദ്യം നിഷ്പക്ഷപതികൾ സ്വയം ചോദിക്കേണ്ടതാണ്. ഒരു തികഞ്ഞ റൗഡി, ആഭാസൻ, രതിസുഖങ്ങളിൽ അഭിരമിക്കുന്നവൻ, തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടി പല സ്ത്രീകളെയും കൂടെ കൂട്ടുന്നവൻ, അവൻ എന്ത് മതം, എന്തു ജാതി, അവന് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം ഒരുപോലെ. അവന് സോന തന്റെ ലൈംഗിക കൃഷ്ണ അടിച്ചമർത്താൻ തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളിൽ ഒരുത്തി മാത്രം. അതുകൊണ്ടാണ് അവൻ സോന തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മതം മാറണമെന്ന് നിർബന്ധം പിടിച്ചത്. അവന്റെ യഥാർത്ഥ പ്രണയമായിരുന്നുവെങ്കിൽ മതമോ ജാതിയോ ഐക്യമോ ഒന്നും തന്നെ അവന് പ്രശ്നമാകുമായിരുന്നില്ല. സോഷ്യൽ മീഡിയകളിലെ കഥകളിൽ നിന്നും വായിച്ചെടുക്കുന്നത് സോന എൽദോസിന്റെ സഹോദരൻ പറഞ്ഞതായി ദേശാഭിമാനി ഈ പേപ്പറിൽ നിന്നും വായിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പായി സോന എൽദോസ് തന്റെ ആത്മഹത്യാക്കുറിപ്പ് റമീസിന്റെ ഉമ്മക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്നു. അത് വായിച്ച റമീസിന്റെ ഉമ്മ സോന എൽദോസിന്റെ മാതാവിനെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയും മകൾക്ക് ഭ്രാന്താണെന്ന് പറയുകയും ചെയ്തു. അത് കേട്ടപാടെ അമ്മ ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് തിരിച്ചെങ്കിലും വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മകൾ ചേതനയേറ്റ് കിടക്കുന്ന കാഴ്ചയാണ്. അവർ സഹപാഠികളായിരുന്നു. ആദ്യം നല്ല സുഹൃത്തുക്കളും പിന്നീട് സൗഹൃദം വളർന്ന് പ്രണയബന്ധിതരാവുകയും ചെയ്തു. പ്രണയം വേലിപ്പടർപ്പിലെ കാട്ടുകോളാമ്പി പോലെ നിറയെ പുഷ്പിക്കുകയും പ്രണയത്തിന്റെ സൗന്ദര്യം വാരി വിതറുകയും ചെയ്തു. അവസാനം പ്രണയം വേലിപ്പടർപ്പിൽ നിന്നും വീട്ടിലേക്ക് കയറാൻ മോഹിച്ചു. അതോടുകൂടി അതുവരെയും ഒരുപാട് നിറങ്ങൾ വാരിച്ചൂടിയ പ്രണയം മതമെന്ന ഒറ്റ നിറത്തിലേക്ക് വല്ലാതെ ചുരുങ്ങിപ്പോകുന്നു. അതോടെ റമീസ് മതം മാറണമെന്ന നിബന്ധന മുന്നോട്ട് വെക്കുന്നു. അതിനുവേണ്ടി 2 മാസം പൊന്നാനിയിൽ പോയി ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ച് ഷഹാദത്ത് കലിമ ഉരുവിട്ട് പുതിയ മുസ്ലിമായി തിരിച്ചു വരാൻ സോനയോട് റമീസ് ആവശ്യപ്പെടുന്നു.
സോനയുടെ കുടുംബം മകളുടെ ഇഷ്ടജീവിതത്തിനും ശിഷ്ടജീവിതത്തിനും തടസ്സമുണ്ടാവാതിരിക്കാൻ അതിന് സമ്മതിക്കുന്നു. അപ്പോഴാണ് റമീസ് ഇമ്മോറൽ ട്രാഫിക്കിന്റെ പേരിൽ ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെടുന്നത്. ഒരു പ്രണയിനി തന്റെ കാമുകിനെ കുറിച്ച് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കെട്ടകഥയുടെ പിന്നാമ്പുറ കാഴ്ചയായിരുന്നു അത്. അതോടുകൂടി സോന മുസ്ലിം മതം സ്വീകരിക്കുക എന്ന റമീസിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുന്നു. പകരം തന്നെ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു വലിയ പദ്ധതി മനസ്സിൽ കണ്ട റമീസ് രജിസ്റ്റർ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി സോനയുടെ വീട്ടിൽ നിന്നും അവളെ ഇറക്കിക്കൊണ്ടുവന്നു. റമീസിന്റെ വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നത് പൊന്നാനിയിൽ പോയി മതം മാറുന്നതിന് വേണ്ടിയാണ് എന്നത് ശ്രദ്ധേയമാണ്. മർദ്ദിക്കുന്നത് റമീസും റമീസിന്റെ മാതാപിതാക്കളും പെങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ്. ഇത് തന്നെയല്ലേ ലവ് ജിഹാദ് എന്ന് പറയുന്നത്? ഇത് ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെന്താ ലവ് ജിഹാദ്? മതം മാറ്റാൻ കൂട്ടുകാർ കൂടി ഇതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു കൂട്ടായ തീരുമാനവും ആസൂത്രണവുമില്ലേ? അതുതന്നെയല്ലേ ലവ് ജിഹാദിന് തെളിവ്? മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI വിദ്യാർത്ഥിനിയും കോതമംഗലം കടകടം ഞാഞ്ഞൂൾമല കടിഞ്ഞുമ്മൽ പരേതനായ എൽദോസിന്റെ മകളുമായ 23 വയസ്സുള്ള സോന എൽദോസാണ് കഴിഞ്ഞ ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. ഏതൊരു മാതാപിതാക്കളെയും പോലെ തന്റെ മകളുടെ അകാല മരണത്തിന് കാരണക്കാരായവർ ശിക്ഷിക്കപ്പെടണമെന്ന് സോനയുടെ അമ്മയും സഹോദരനും ആഗ്രഹിച്ചതിലും അതിനുവേണ്ടി നിയമ നടപടികൾ സ്വീകരിച്ചതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഏതൊരു വിഷയത്തെയും നിഷ്പക്ഷമായി കാണാനും ഇഴകേറി പരിശോധിക്കാനും ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനും തോന്നാവുന്ന ചില ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട്. റമീസ് 7 or 8 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ടതിനാൽ തികഞ്ഞൊരു ആവാസനാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ ഒരാളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് മരണപ്പെട്ട സോനയുടെ സഹോദരന്റെ മൊഴിപ്രകാരം നമ്മൾ ഇങ്ങനെ വരികൾ വായിച്ചതാണ്. മുസ്ലിം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സോന എൽദോസ് തയ്യാറായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടതോടെ സോന മതമാറ്റത്തിൽ പിന്മാറിയെന്നും രജിസ്റ്റർ വിവാഹത്തിന് റമീസിനെ നിർബന്ധിച്ചു എന്നുമാണ്. എന്നാൽ രജിസ്റ്റർ ചെയ്യാമെന്ന് കള്ളം പറഞ്ഞ് റമീസ് സോനയെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ്. അതിൽ മനം നൊന്താണ് സോന ആത്മഹത്യ ചെയ്യുന്നത്. തന്റെ കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി കാമുകന്റെ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ തയ്യാറായ ഒരു പെൺകുട്ടി അതേ കാമുകൻ പരസ്ത്രീ ബന്ധം പുലർത്തുകയും ലോഡ്ജിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പറയുന്നു, എനിക്കിനി നിങ്ങളെ മതം മാറിയിട്ട് കെട്ടണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ വെർജിനല്ല, അതുകൊണ്ട് മതം മാറാതെ എന്നെ നിങ്ങൾ രജിസ്റ്റർ വിവാഹം ചെയ്ത് ഭാര്യയാക്കണം. എന്താണ് ഇതിനർത്ഥം? ഏതെങ്കിലും പെൺകുട്ടി എടുക്കുന്ന ഉചിതമായ തീരുമാനമാണോ ഇത്? ഞാൻ പ്രണയിച്ച് ജീവതുല്യം സ്നേഹിക്കുകയും മനസ്സിൽ ഓമനിച്ചോമനിച്ച് നടക്കുകയും ചെയ്തിരുന്ന തന്റെ അർദ്ധപ്രണനൻ തികഞ്ഞ സ്ത്രീലമ്പടനും റൗഡിയുമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ മതത്തിലേക്കില്ല, മറിച്ച് നിങ്ങളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തയ്യാറാണെന്ന്. എന്താണ് ഇതിനർത്ഥം? റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മതം മാറാമായിരുന്നു. അതായത് റമീസ് നല്ലവനായിരുന്നുവെങ്കിൽ മുസ്ലിം ആവുന്നതിൽ തെറ്റില്ല, ആ മതവും നന്നായിരിക്കും. റമീസ് അലമ്പനാണെങ്കിൽ ഇസ്ലാം മതവും മോശമാണ്, ആ മതത്തിലേക്ക് മാറാനാവില്ല. പക്വതയില്ലാത്ത ഒരു പെൺകുട്ടി അങ്ങനെ ചിന്തിച്ചാൽ തെറ്റു പറയാനാവില്ല. ഇങ്ങനെയായിരുന്നുവെങ്കിൽ നമുക്കത് അംഗീകരിക്കാനുമായിരുന്നു. പക്ഷേ ഇവിടെ ക്ലൈമാക്സിൽ ചില തിരുത്തുവേണ്ടി വന്നു. അതായത് റമീസ് മോശക്കാരാണെങ്കിലും എനിക്ക് റമീസിനെ വേണം, പക്ഷെ ഞാൻ മുസ്ലിം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യില്ല. ഇവിടെ ഈ പെൺകുട്ടി ചെയ്തത് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവൾ മനസ്സിൽ ഉറപ്പിച്ചതാണ് ഇസ്ലാം മതത്തെ ചീത്തയാക്കാൻ താനില്ലെന്ന്. റമീസ് വൃത്തികെട്ടവനായതുകൊണ്ട് അവരെ വിവാഹം കഴിക്കുന്ന താനും മോശക്കാരിയാണെന്ന് ആ കുട്ടി ചിന്തിച്ചിരിക്കണം. ചീത്തയാവുന്ന താൻ എന്തിനാണ് മറ്റൊരു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് ആ മതത്തെ കൂടി മോശമാക്കുന്നത് എന്നും കരുതി കാണണം. ഇവിടെ മതത്തിന് പങ്കില്ല എന്നിരിക്കെ എന്തിനാണ് ഇതിനെ ലവ് ജിഹാദായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ചിത്രീകരിക്കുന്നുവെങ്കിൽ സോന ചെയ്തതിനെ കുരിശ് ജിഹാദായും കാണേണ്ടതല്ലേ? തന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ റമീസ് തന്നെ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ലേ? അത്
ക്രിസ്തു മതത്തിലേക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടിയല്ലേ? അങ്ങനെയും പറയാം. ഇന്ന് എല്ലാ മതങ്ങളിലും തങ്ങളുടെ മതത്തെ സ്വജനത്തിലേക്ക് എത്തിക്കാൻ ഉത്ബോധകരും പ്രബോധകരുമുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് താത്വികമായ വിഷയങ്ങൾ സ്വന്തം ജനതയെ പഠിപ്പിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ മതത്തിന്റെയും പ്രബോധകരോട് അപേക്ഷിക്കുന്നു, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, പ്രണയിക്കുന്നതിനേക്കാൾ നല്ലത് അച്ഛനമ്മമാർ കാണിച്ചു തരുന്നവരിൽ നിന്ന് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കാൻ ഒരു പരിധിവരെയെങ്കിലും കുടുംബബന്ധങ്ങൾ സുദൃഢമാവാൻ അത് നല്ലതാണ്. ഇനി അഥവാ പ്രണയിക്കുന്നുവെങ്കിൽ സ്വന്തം മതത്തിലുള്ളവരെ പ്രണയിക്കുവാനും പ്രണയത്തിലേക്ക് വീഴും മുമ്പ് തന്റെ പങ്കാളിയെക്കുറിച്ച് ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ ആൺ സുഹൃത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പെൺ സുഹൃത്തിനെ കുറിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി പ്രണയിക്കുകയാണ്. ഇനി മതസ്ഥരെ പ്രണയിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ പിന്നീട് ഒന്നിനും പരാതി ഉണ്ടാവാത്ത രീതിയിൽ പ്രണയിക്കുവാനും പറഞ്ഞു കൊടുക്കണം. അവസാനം എല്ലാ കുറ്റങ്ങളും ഏതെങ്കിലും മതത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇന്ന് വിവാഹ കമ്പോളത്തിൽ സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത്. പെൺകുട്ടികളെ കിട്ടാതെ പേപ്പട്ടികളെ പോലെ അലയുകയാണ് ചെറുപ്പക്കാർ. അതിനിടയിലാണ് സോന അൽദോസിനെ പോലെയുള്ള പെൺകുട്ടികൾ തമ്മാടികൾക്ക് വേണ്ടി ജീവൻ കളയുന്നത്. തന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന, തന്റെ വ്യക്തിബോധത്തെ ചോദ്യം ചെയ്യുന്ന, തന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും തന്റെ സുഹൃത്തിനുണ്ടാവുന്ന ആ നിമിഷം ആ ബന്ധം മുറിച്ചു കളയാനുള്ള ചങ്കുറപ്പോടെ മാത്രമേ ഇന്നത്തെ ലോകത്തെ സുഹൃത്തിനെ കണ്ടെത്താനും കാമുകനെ കണ്ടെത്താനും പെൺകുട്ടികൾ പാടുന്നു. പരിധി കവിഞ്ഞ വിട്ടുവീഴ്ചകൾക്ക് ഒരിക്കലും വഴങ്ങിക്കൊടുക്കരുത്. പെൺകുട്ടികളോട് ഒരു അപേക്ഷയുണ്ട്. 80% ആൺകുട്ടികളും പെൺകുട്ടികളെ പ്രണയിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല. പലതും പ്രായത്തിന്റെ സഫലതയും പലതും വഞ്ചനാത്മകവുമാണ്. പെൺകുട്ടികൾ വീടിന്റെ വിളക്കും അലങ്കാരവുമാണ്. അത് അലങ്കാരമാവാൻ കൂടുതൽ സമയം വേണമെന്നില്ല. 80% പെൺകുട്ടികളെയും ഇന്നത്തെ ലോകത്ത് സ്വാഭാവിക രീതിയിൽ വലവീശി പിടിക്കാൻ ആൺകുട്ടികൾക്കോ പുരുഷന്മാർക്കോ ആവും. 20% ബലം പ്രയോഗിച്ചും കീഴ്പ്പെടുത്താനാവും. ഓരോ ദിവസവും പുറത്തുവരുന്ന കഥകൾ, പുറത്തു കൊണ്ടുവരുന്ന ചിത്രങ്ങൾ ആ നിലക്കുള്ളതാണ്. വളർന്നു വരുന്ന തലമുറയോട് ഒരു അപേക്ഷയുണ്ട്. ഇന്ന് വളർന്നു വരുന്ന പെൺകുട്ടികൾ തങ്ങളുടെ വീടുകളിലെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിക്കണം. അവരുടെ മാതാപിതാക്കൾ എത്ര ലാളിച്ചും ഓമനിച്ചുമാണ് വളർത്തുന്നതെന്ന് നോക്കണം. അവരുടെ മേൽ അവർക്ക് എത്രമാത്രം കരുതലുണ്ടെന്ന് ശ്രദ്ധിക്കണം. ഒരു ചെറിയ പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ അവരെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്ന് നന്നായി ശ്രദ്ധിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ എത്ര ത്യാഗം സഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊരു 15 ദിവസമെങ്കിലും തുടർച്ചയായി നിങ്ങൾ നിരീക്ഷിക്കണം. അപ്പോൾ അറിയാം നിങ്ങളെ വളർത്താൻ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ എടുക്കുന്ന ത്യാഗത്തിന്റെ വില, അവരുടെ ജീവിതത്തിന്റെ വില, അവർ ഉറക്കമൊഴിവാക്കി നിങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച അവരുടെ ജീവിതത്തിന്റെ വില. ജീവിതത്തിന്റെ പാതിയും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന മാതാപിതാക്കളെ മറന്നാണ് നിങ്ങൾ ഇന്നലെ കണ്ട ഒരുത്തനോ ഒരുത്തിക്ക് വേണ്ടി സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ നിരീക്ഷണം നടത്തിയാൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ ഒരു രാത്രിയും നിങ്ങൾക്ക് ഉറങ്ങാനാവില്ല.